പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒഴിഞ്ഞതോടെ സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്നലെ നേരിയ തോതിൽ കുറഞ്ഞു. പവന് വില ഇന്നലെ 80 രൂപ കുറഞ്ഞ് 54,440 രൂപയിലെത്തി. ഗ്രാമിന്റെ വില 10 രൂപ കുറഞ്ഞ് 6,805 രൂപയിലെത്തി. ഇസ്രായേലിനെതിരെ തിരക്കിട്ട് സൈനിക നടപടികൾ നടത്തില്ലെന്ന ഇറാന്റെ നിലപാട് യുദ്ധഭീതി ഒഴിവാക്കിയതാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാക്കിയത്. ഇതോടെ അമേരിക്കയിലെ പലിശ കുറയാനുള്ള സാധ്യത മങ്ങിയതിനാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയാൻ ഇടയാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യയിൽ അപ്രതീക്ഷിതമായി വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സ്വർണ്ണവില വീണ്ടും $2,100 മൂക്കുകുത്തിയേക്കും. അതിനാൽ വരും ആഴ്ചകളിൽ പവന് വില 53,000 വരെ താഴാനും സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ പരിഗണിച്ച് സ്വർണ്ണവില കുതിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിലും ഉയരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. സമീപഭാവിയിൽ തന്നെ സ്വർണ്ണവില പവന് 1,00,000-ന് മുകളിലേക്ക് എത്തുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. CA ആവാസ് റിപ്പോർട്ട് അനുസരിച്ച് 2030 ആകുമ്പോഴേക്കും സ്വർണ്ണവില 10 ഗ്രാമിന് 1,68,000 രൂപയാകുമെന്ന് പറയുന്നു. ആഗോളതലത്തിൽ തന്നെ സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ്. ജനങ്ങൾ സ്വർണത്തെ സുരക്ഷിതമായ നിക്ഷേപ ഓപ്ഷനായി തന്നെയാണ് കണക്കാക്കുന്നത്. തൽഫലമായി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ. കാലക്രമേണ ഏറ്റക്കുറച്ചിലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സ്വർണത്തിന് നിക്ഷേപിക്കുന്നതിന്റെ ആകർഷണം ഇന്ത്യയിൽ സ്ഥിരത പുലർത്തുന്നു. ആരാണ് ഈ വില നിശ്ചയിക്കുന്നതെന്ന ചോദ്യം സ്വാഭാവികമായും പലർക്കും ഉണ്ടാകാറുണ്ട്. കേരളത്തിന് അതിന് ഉത്തരം തേടി പോവുകയാണെങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്നത് സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാര രംഗത്തുള്ള 3 പ്രമുഖരിലേക്കാണ്. ഓരോ ദിവസവും ഇവർ 3 പേരും കൂടി ചേർന്നാണ് കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റൈസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ B. ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ, ട്രഷറർ അഡ്വക്കേറ്റ് S. അബ്ദുള്ള നാസർ എന്നിവരാണ് 3 പേർ. ഈ സംസ്ഥാന കമ്മിറ്റിയാണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വില നിരക്കിന്റെ അനുസരിച്ചാണ് ഓരോ ദിവസവും 3 ചേർന്ന് വില നിശ്ചയിക്കുന്നത്. ഡോളർ വില, രൂപയുടെ വിനിമയ നിരക്ക്, അന്താരാഷ്ട്ര വിലയ്ക്ക് അനുസൃതമായി ഇന്ത്യയിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക്, അതനുസരിച്ച് മുംബൈയിൽ ലഭ്യമാകുന്ന നിരക്കുകൾ, ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. രാവിലെ 9:30 മുമ്പായി തന്നെ വില തീരുമാനിച്ച് എല്ലാ ജ്വല്ലറി ഉടമകളെയും അറിയിക്കും. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ ഏറ്റവും വലിയ സംഘടനയാണിത്. അതുകൊണ്ട് തന്നെ ഇവർ നിശ്ചയിക്കുന്ന വിലയിലായിരിക്കും കേരളത്തിലെ ഭൂരിപക്ഷം ജ്വല്ലറികളിലും ഉണ്ടാകുക. കേരളത്തിൽ നിന്നുള്ള വൻകിട ജ്വല്ലറി ഗ്രൂപ്പുകൾ ഇന്ത്യ ഒട്ടാകെ പിന്തുടരുന്നതും ഈ വിലയാണ്. അതുകൊണ്ട് ഫലത്തിൽ ഇന്ത്യയിലെ തന്നെ വില നിശ്ചയിക്കുന്നത് ഈ 3 പേരാണെന്ന് പറയാം. മാർജിൻ പ്രോഫിറ്റ് ഏറ്റവും കുറച്ചാണ് കേരളത്തിലെ വില നിശ്ചയിക്കുന്നത്. അതിനാൽ ഈ വിലയിൽ തന്നെയാണ് മിക്കവാറും എല്ലാ സംസ്ഥാനത്തെയും അസോസിയേഷനുകൾ പിന്തുടരുന്നത്. 1.5 മാസത്തിനിടെ 8,000 രൂപയോളമാണ് പവന് വർദ്ധിച്ചത്. വിഷുവിന് ശേഷമുള്ള 2 ദിവസങ്ങളിൽ മാത്രം പവന് 1,160 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ കുറേ നാളുകളായി റെക്കോർഡ് വിലയിലാണ് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരം നടത്തുന്നത്. ഏപ്രിൽ തുടങ്ങിയത് തന്നെ സർവ്വകാല റെക്കോർഡിട്ടാണ്.